കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി ഇടപാടിലാണ് നടപടി. എന്നാൽ ആരോപണം തള്ളി സിദ്ധരാമയ്യ രംഗത്തെത്തി. അതേസമയം ഗവർണറുടെ നടപടിയെ ബിജെപി സ്വാഗതം ചെയ്തു. The entire cabinet is with me. The government is with me. All MLAs are with me. All Congress MLAs are with me. MLCs are with me. All Lok Sabha, Rajya Sabha members are with me. The Bharatiya Janata Party, Karnataka, has been demanding the resignation of Chief Minister Siddaramaiah in this very serious corruption matter. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, സിദ്ധരാമയ്യക്കെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയും ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ബിജെപി ആരോപിക്കുന്നു ശക്തമായൊരു നിയമ നടപടികൾ ഉണ്ടാകണം, കൂടുതലായുള്ള കുറ്റക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. സിദ്ധരാമയ്യക്കൊപ്പം ഈ ഒരു അഴിമതിയിൽ പങ്കുചേർന്ന എല്ലാവരും നിയമത്തിന് മുന്നിൽ പുറത്തു വരണമെന്ന ബിജെപി ഇപ്പോൾ അവസാനമായി പ്രതികരിച്ചിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിഷ്ണു, കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന വിവാദമായിട്ട് ഇപ്പോൾ ഈ ഭൂമി ഇടപാട് മാറിയിരിക്കുകയാണ്. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഭൂമി സിദ്ധരാമയ്യയുടെ പത്നി പാർവതി കൈയടക്കി വെച്ചു എന്നതാണ് ഈ വലിയ വിവാദത്തിന് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ലോകായുക്തയ്ക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഈ പരാതിക്ക് മേലാണ് ഇന്നിപ്പോൾ കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ ഭാഗത്ത് നിന്നും വലിയ ഒരു നീക്കമുണ്ടായത്. കർണാടകയുടെ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി ഗവർണർ നൽകിയതോടുകൂടി ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. സിദ്ധരാമയ്യ രാജിവെക്കണം എന്നാണ് കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷമായ ബിജെപിയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന് ബിജെപി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതേസമയം സിദ്ധരാമയ്യ ഇപ്പോൾ വലിയ തോതിൽ തൻ്റെ പാർട്ടിയും MLAയും തനിക്കൊപ്പമുണ്ട് എന്ന വാദം നിരത്തി രംഗത്തെത്തുന്നു. കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം MLAമാർ സിദ്ധരാമയ്യ ഒഴിയണമെന്ന വികാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന പല MLAമാർക്കും സിദ്ധരാമയ്യയോട് താല്പര്യമില്ല. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് കോൺഗ്രസ് അവിടെ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ സംഘർഷം ഈ സിദ്ധരാമയ്യയുടെ MLA ആളുകളും അനുയായികളും അതോടൊപ്പം തന്നെ DK ശിവകുമാറിന്റെ അനുയായികളും തമ്മിൽ കർണാടകയിലും ഡൽഹിയിലും ഒക്കെ നടന്നതാണ്. അന്ന് മുതൽ തന്നെ സിദ്ധരാമയ്യയോട് വലിയ താല്പര്യമില്ലാത്ത കോൺഗ്രസിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അവരിപ്പോൾ ഈ വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് പാർട്ടിക്കകത്ത് തന്നെ സിദ്ധരാമയ്യയെ ഒതുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് BJP ശക്തമായ പ്രതിഷേധം നടത്തുന്നു. മറുഭാഗത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഈ വിവാദം ശരിയാണെന്നും ഇത്തരമൊരു ക്രമക്കേട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന വികാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി കർണാടകയിലെ ഇപ്പോഴത്തെ ഈ ഒരു ഭൂമി ഇടപാട് മാറും എന്ന് വേണം മനസ്സിലാക്കാൻ. വിഷ്ണു, യെസ്, സിദ്ധരാമയ്യക്കെതിരെ കുരുക്ക് മുറുകിയാണ്. വിവാദ ഭൂമി ഇടപാട് കേസിലാണ് ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുന്നത് സിദ്ധരാമയ്യക്കെതിരെ.